ഇന്ന് നമുക്കൊരു അടിപൊളി പൂരി ഉണ്ടാക്കിയല്ലോ. പൂരി എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയായിരിക്കും പൂരി. പക്ഷേ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവരും ഒന്നും ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ രീതി ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല ബോള് കണക്ക് നല്ല ഉരുണ്ട് നല്ല പൊള്ളച്ച് നല്ല വീർത്ത് വരും. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് മാവ് കുഴയ്ക്കാം കേട്ടോ. ഞാനൊരു ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് 2 ബൗള്, ചെറിയ ബൗൾ കേട്ടോ, 2 ബൗള് ആട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് റവ എടുക്കാം. റവ ഒരു 1/4 ബൗൾ, അതായത് നമ്മൾ ആട്ട എടുത്ത സെയിം ബൗളിനകത്ത് ഒരു 1/4 ബൗൾ റവയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികം ആവില്ല കേട്ടോ. പൂരിക്ക് ഒത്തിരി ഉപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ. കുറച്ച് എഗ് വൈറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ് വൈറ്റ് തന്നെ വേണമെന്നില്ല. അപ്പം മാവ് കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ എഗ് വൈറ്റ് കുറച്ച് ഒഴിക്കുന്നത്. മുട്ട കുറച്ചുകൂടെ മാവ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട മൊത്തം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഓപ്ഷനല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതിയേ. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഓയിൽ ഒഴിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. പൂരിക്കകത്ത് ഒഴിച്ചെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി വെള്ളമായിപ്പോവല്ലേ. മാവ് നല്ല ടൈറ്റായിരിക്കണം, ഓവർ ടൈറ്റല്ല. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. റവയെല്ലാം നന്നായിട്ട് ഉപ്പും എല്ലാം കൂടി. കുറച്ച് വെള്ളം കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് തൂളി കൊടുക്കണേ. നമ്മളെപ്പോഴും പൂരിക്ക് കുഴയ്ക്കുമ്പോൾ വെള്ളം നോക്കി കുറേശ്ശെ ഒഴിച്ച് മാത്രമേ. ഒത്തിരി ലൂസായാലും നമുക്ക് നല്ല പൊള്ളച്ച് കിട്ടുന്ന പൂരി കിട്ടില്ല. ഒത്തിരി ലൂസായി കഴിഞ്ഞാലും കിട്ടില്ല, ഒത്തിരി ടൈറ്റായി പോയി കഴിഞ്ഞാലും നല്ല പൂരി നമുക്ക് കിട്ടില്ല. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ മാവ് ഞാൻ നല്ല, നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റിന് വെക്കണം കേട്ടോ. മാവ് കണ്ടോ, മാവിൻ്റെ മുകളിൽ കണ്ടോ റവയുടെ കുറച്ച് ചെറിയൊരു ഇത് തരിവ് കണക്ക് കാണുന്നില്ലേ. അപ്പോൾ പൂരി ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, സൂം ചെയ്ത് കാണിക്കാതെ ഉണ്ടോ. അപ്പം മാവ് നമുക്ക് കുറച്ച് സമയം ഇന്ന് റെസ്റ്റിന് വെച്ചിട്ട് ബോൾ പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാൻ മാവൊക്കെ അരമണിക്കൂർ റെസ്റ്റിനൊക്കെ വെച്ച് നമുക്ക് പതുക്കെ ബോൾ പിടിക്കാം കേട്ടോ. കേട്ടോ, ബോളിൻ്റെ വലുപ്പം അതായത് ഒത്തിരി കൂടുതൽ വലുപ്പമാണ്. ചപ്പാത്തി മാവിൻ്റെ അത്രയും, ചപ്പാത്തിയുടെ ബോൾ കണക്ക് അത്രയും വലുപ്പം ഉണ്ടാവില്ലേ. കുറച്ച് കുറവ് വേണം. ഇതൊക്കെ പൂരിക്ക് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളു നന്നായിട്ട് വേകില്ല. ഈ ഒരു പരുവത്തിലുള്ള ബോൾ നമുക്ക് പിടിച്ചാൽ മതിയാവും. ഈ പൂരിയൊക്കെ മിക്ക ആൾക്കാർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയുന്ന കേട്ടോ. പിന്നെ ഈ അറിയത്തില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. അറിയത്തില്ലാത്തൊരു പൊങ്കാല ഇടാൻ വരണ്ട കേട്ടോ. അല്ല, അറിയത്തില്ലാത്തവരല്ല, അറിയാവുന്നൊരു പൊങ്കാല ഇടാൻ വരണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ബോളെല്ലാം മൊത്തം പിടിച്ച് റെഡിയാക്കാവേ. ഏകദേശം നിങ്ങൾക്ക് ആ ബോളിൻ്റെ വലുപ്പം മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുപ്പക്കുറവ് ബോളിന്. ഒരു വലിയൊരു നെല്ലിക്കയുടെ കണക്കിനുള്ള അത്രയൊരു ബോളേ പാടുള്ളൂ കേട്ടോ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ടൈലേലാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ടൈലേലാണ് കേട്ടോ ഞാൻ പരത്തുന്നത്. അപ്പോൾ നമ്മുടെ ബോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 ബോൾ മാവിനുള്ള മാവ് ഒഴിച്ചതിന് 13 പൂരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കണക്കിന് വേണം നമ്മൾ ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പരത്തുന്നത് പൊടിയിൽ വേണേലും, ചപ്പാത്തി പരത്തുണക്കും പരത്താം, എണ്ണയിൽ വേണേലും പരത്താം കേട്ടോ. പക്ഷേ ചപ്പാത്തി കണക്ക് പൊടിയിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷായിരിക്കും. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫുള്ളായിട്ട് നമുക്ക് നല്ല ബോൾ കണക്ക് കിട്ടും നമുക്ക്. ഉണ്ടോ, ഈ ഒരു വൃത്തിയും കാണും ഉണ്ടാക്കി കഴിയുമ്പോൾ. എണ്ണയ്ക്കകത്താകുമ്പോഴത്തേനും കറക്റ്റ് ആ ഒരു ഷേപ്പൊന്നും വരില്ല നമുക്ക് പൂരിക്ക്. പൊടിയിലാകുമ്പോൾ നല്ല ഷേപ്പ് കിട്ടും.
കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. കണ്ടോ, നമ്മൾ പരത്തുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി വലിപ്പം കൂട്ടില്ല കേട്ടോ. അതാ പറഞ്ഞത്, അത് ബോളിൻ്റെ കറക്റ്റ് വലിപ്പമാണെങ്കിൽ നമുക്ക് എന്നാ സൈഡൊന്നും പിന്നെ കൂടുതൽ മാവിരിക്കാനും പാടില്ല, മൊത്തം നന്നായിട്ട് പരന്നും കിട്ടണം. അത് ബോൾ കറക്റ്റായാൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി വലിപ്പം കൂടിയാലും നമുക്ക് പൂരി നന്നായിട്ട് പൊള്ളച്ച് കിട്ടില്ല. ഏകദേശം ഒരു കറക്റ്റ് ഒരു പിന്നെ റൗണ്ട്, ഒത്തിരി റൗണ്ട് ആവരുത്. റൗണ്ട് ഉണ്ടോ, ഞാൻ പരത്തുമ്പോൾ മനസ്സിലാവും ഏകദേശം എത്ര റൗണ്ട് ആകുന്നുണ്ടെന്നുള്ളത്. ഇപ്പം നമുക്ക് ചപ്പാത്തി കണക്ക് വലിയൊരു പൂരി അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂരി നമുക്ക് സക്സസ് ആവില്ല. വറുത്തെടുക്കാം നമ്മൾ സാധാ ഒരു പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്ന നമുക്ക്. പക്ഷേ അത് പൂരി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പൊങ്ങി വരണം, എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഏകദേശം എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരത്തുന്ന ആ ഒരു കോലും കൂടെ നമുക്ക് കറക്റ്റാണെങ്കിൽ നല്ല അടിപൊളി നല്ല സുഖത്തിൽ നമുക്ക് പരത്താൻ പറ്റും. ഉണ്ടോ, നമുക്ക് ഈ തടിയുടെയൊക്കെ പല ഇത് കിട്ടും കേട്ടോ പരത്താൻ വേണ്ടിയിട്ടുള്ള അത്. അപ്പം അതിലെനിക്ക് പരത്താൻ വലിയ ഞാൻ ശീലിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, അതുകൊണ്ടാട്ടെ ഞാനിങ്ങനെ പരത്തുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ബോളാണ് കേട്ടോ പരത്തുന്നത്. ഇങ്ങനെ കുറച്ച് പൊടി അങ്ങോട്ട് കൂട്ടിയിടണം, നമുക്കിതിങ്ങനെ കറക്കി അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ കണ്ട പരത്തും, കണ്ട അത് കറങ്ങുന്നുണ്ടോ മാവ്, വേണ്ട ഇങ്ങനെ കറക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ബോളും പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാം പരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇവിടെ ഷേപ്പ് കണ്ടോ, നല്ല ഷേപ്പായിരിക്കും. ചെറിയ കറക്റ്റ് അളവിൽ നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. പാത്രത്തിൻ്റെ വലിപ്പം കൂടുന്തോറും എണ്ണ നമുക്ക് അധികമായിട്ട് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് പൂരിയല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടിടാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും പൂരി അങ്ങിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട്, ഇപ്പോൾ ഇച്ചിരി ചെറിയ പാത്രമുണ്ട്, എനിക്ക് അങ്ങ് ഒത്തിരി കോരി ഒഴിക്കാൻ പറ്റുന്നില്ല, മുകളിലോട്ട് നമ്മൾ തിളച്ച എണ്ണ കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ഫുള്ളായിട്ട് പൊങ്ങിക്കിട്ടും കേട്ടോ. ഇത് പക്ഷേ ശരിയായിട്ടില്ല, ഞാൻ മൊത്തം നമുക്ക് നല്ല പക്കയായിട്ട് വന്നിട്ടില്ല. അത് ആ എണ്ണ കറക്റ്റ് നമ്മൾ ഇത് കണ്ടത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് പൂരി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റായിരിക്കും പൂരി. അപ്പം നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. എണ്ണ കോരി അങ്ങോട്ട് മുകളിലോട്ട് ഒഴിച്ചൊഴിച്ച് വിടണം. ഞാൻ കോരുന്ന അരിപ്പത്തവി കറക്റ്റല്ല, വേറൊരു തവിയിട്ട് ആ തവിയിൽ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അത് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ നല്ല ആ ഗോൾഡൻ കളറ് വരണം കേട്ടോ. ഓവർ എണ്ണ ചൂടായിട്ട് കരിയുകയും ചെയ്യരുത്. ഈ ഒരു ഗോൾഡൻ കളറാണെങ്കിൽ കറക്റ്റാട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, നമ്മുടെ പൂരി നല്ല
വെടിക്കെട്ട് പൂരിയാണേ. ഉണ്ടോ, നല്ല പൊള്ളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു സാധനമാണല്ലോ പൂരി. ഉണ്ടോ, അപ്പോൾ ഇതുപോലുള്ള അടിപൊളി പൂരിയുടെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലൊക്കെയുള്ളൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് മിസാജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.